പ്രഥമസ്കന്ധ അഥ ത്രയോദശോധ്യായ. സൂത ഉവാച വിദുരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാഗാധാസ്തിനപുരം തയാവാപദവിവിത്സിത. ഇതാണ് പ്രഥമസ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിദുര തീർത്ഥയാത്രായാം മൈത്രേയാത് ആത്മനഃ ഗതിം ജ്ഞാത്വാ അഗാത് ഹാസ്തിനപുരം തയാ അവാപദവിവിത്സിത. അടുത്ത ശ്ലോകം 2. യാവത കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാഗ്രത ജാതൈകഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോപരരാമഃ. ഇതാണ് 2-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യാവത കൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാഗ്രത ജാതൈകഭക്തി ഗോവിന്ദേ തേഭ്യഃ ച ഉപരരാമഃ. അടുത്ത ശ്ലോകം 3. തം ബന്ധുമാഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജ ധൃതരാഷ്ട്രോ യുയുത്സുശ്ച സൂത ശാരദ്വ്രത പൃഥാ. ഇതാണ് 3-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തം ബന്ധും ആഗതം ദൃഷ്ട്വാ ധർമ്മപുത്ര സഹാനുജ ധൃതരാഷ്ട്ര യുയുത്സു ച സൂത ശാരദ്വ്രത പൃഥാ. അടുത്ത ശ്ലോകം 4. ഗാന്ധാരി ദ്രൗപദീ ബ്രഹ്മൻ സുഭദ്രാചോത്തരാ കൃപീ അന്യാശ്ച ജാമയ പാണ്ഡോർജ്ഞാതയ സസുതാസ്ത്രിയ. ഇതാണ് 4-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഗാന്ധാരി ദ്രൗപദീ ബ്രഹ്മൻ സുഭദ്രാ ച ഉത്തരാ കൃപീ അന്യാഃ ച ജാമയഃ പാണ്ഡോഃ ജ്ഞാതയഃ സസുതാഃ സ്ത്രിയഃ. അടുത്ത ശ്ലോകം 5. പ്രത്യുജ്ജഗ്മു പ്രഹർഷേണ പ്രാണൻ തന്വ ഇവാഗതം അഭിസംഗമ്യ വിധിവത് പരിഷ്വംഗാഭിവാദനൈഃ. ഇതാണ് 5-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പ്രത്യുജ്ജഗ്മു പ്രഹർഷേണ പ്രാണം തന്വ ഇവ ആഗതം അഭിസംഗമ്യ വിധിവത് പരിഷ്വംഗാഭിവാദനൈഃ. അടുത്ത ശ്ലോകം 6. മുമുജു പ്രേമബാഷ്പൗഘം വിരഹൗത്കണ്ഠ്യകാതരാ രാജാ തമർഹയാഞ്ചക്രേ കൃതാസന പരിഗ്രഹം. ഇതാണ് 6-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. മുമുജു പ്രേമബാഷ്പൗഘം വിരഹ ഉത്കണ്ഠ്യകാതരാഃ രാജാ തം അർഹയാഞ്ചക്രേ കൃതാസന പരിഗ്രഹം. അടുത്ത ശ്ലോകം 7. തം ഭുക്തവന്തം വിശ്രാന്തമാസീനം സുഖമാസനേ പ്രശ്രയാവനതോ രാജാ പ്രാഹതേഷാഞ്ച ശൃണ്വതാം. ഇതാണ് 7-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തം
ഭുക്തവന്തം വിശ്രാന്തം ആസീനം സുഖം ആസനേ പ്രശ്രയാവനത രാജാ പ്രാഹ തേഷാം ച ശൃണ്വതാം. അടുത്ത ശ്ലോകം 8. യുധിഷ്ഠിര ഉവാച അപിസ്മരഥ നോ യുഷ്മത്പക്ഷഛായാസമേധിതാൻ വിപദ്ഗണാദ്വിഷാഗ്ന്യാതേർമോചിതാ യത്സമാതൃകാ. ഇതാണ് 8ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അപി സ്മരഥ നഹ യുഷ്മത്പക്ഷഛായാസമേധിതാൻ വിപദ്ഗണാത് വിഷാഗ്ന്യാദേഹ മോചിതാഹ യത് സമാതൃകാഹ. അടുത്ത ശ്ലോകം 9. കയാവൃത്യാവർത്തിതം വശ്ചരദ്ഭിഃ ക്ഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനീഹ ഭൂതലേ. ഇതാണ് 9ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കയാ വൃത്യാ വർത്തിതം വഹ ചരദ്ഭിഃ ക്ഷിതിമണ്ഡലം തീർത്ഥാനി ക്ഷേത്രമുഖ്യാനി സേവിതാനി ഇഹ ഭൂതലേ. അടുത്ത ശ്ലോകം 10. ഭവദ്വിധാ ഭാഗവതാസ്തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്ഥേന ഗദാഭൃതാ. ഇതാണ് 10ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഭവദ്വിധാഃ ഭാഗവതാഃ തീർത്ഥഭൂതാഃ സ്വയം വിഭോ തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്ഥേന ഗദാഭൃതാ. അടുത്ത ശ്ലോകം 11. അപിന സുഹൃദസ്താത ബാന്ധവാ കൃഷ്ണദേവതാ ദൃഷ്ടാ ശ്രുതാ വാ യദവ സ്വപുര്യാം സുഖമാസതേ. ഇതാണ് 11ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അപി നഹ സുഹൃദഃ താത ബാന്ധവാഃ കൃഷ്ണദേവതാഃ ദൃഷ്ടാഃ ശ്രുതാഃ വാ യദവ സ്വപുര്യാം സുഖം ആസതേ. അടുത്ത ശ്ലോകം 12. ഇത്യുക്തോ ധർമ്മരാജേന സർവം തത്സമവർണ്ണയത് യഥാനുഭൂതം ക്രമശോ വിനാ യദുകുലക്ഷയം. ഇതാണ് 12ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഇതി ഉക്തഃ ധർമ്മരാജേന സർവം തത് സമവർണ്ണയത് യഥാനുഭൂതം ക്രമശഃ വിനാ യദുകുലക്ഷയം. അടുത്ത ശ്ലോകം 13. നന്വപ്രിയം ദുർവിഷഹം നൃണാം സ്വയമുപസ്ഥിതം നാവേദയത് സകരുണോ ദുഃഖിതാൻ ദ്രഷ്ടുമക്ഷമഃ. ഇതാണ് 13ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. നനു അപ്രിയം ദുർവിഷഹം നൃണാം സ്വയം ഉപസ്ഥിതം ന ആവേദയത് സകരുണഃ ദുഃഖിതാൻ ദ്രഷ്ടും അക്ഷമഃ. അടുത്ത ശ്ലോകം 14. കഞ്ചിത് കാലമഥാവാത്സീത് സത്കൃതോ ദേവവത് സുഖം ഭ്രാതുർജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിമാവഹൻ. ഇതാണ്
14-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കഞ്ചിത് കാലം അഥ അവാത്സീത് സത്കൃതഃ ദേവവത് സുഖം ഭ്രാതുഃ ജ്യേഷ്ഠസ്യ ശ്രേയസ്കൃത് സർവേഷാം പ്രീതിം ആവഹൻ. അടുത്ത ശ്ലോകം 15. അബിഭ്രതര്യമാ ദണ്ഡം യഥാവദഘകാരിഷു യാവദ്ധാരശൂദ്രത്വം ശാപാദ്വരിഷശതം യമഃ. ഇതാണ് 15-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അബിഭ്രത് അര്യമാ ദണ്ഡം യഥാവത് അഘകാരിഷു യാവത് ദധാര ശൂദ്രത്വം ശാപാത് വരിഷശതം യമഃ. അടുത്ത ശ്ലോകം 16. യുധിഷ്ഠിരോ ലബ്ധരാജ്യോ ദൃഷ്ട്വാ പൗത്രം കുലന്ധരം ഭ്രാതൃഭിർലോകപാലാഭൈർമുമുദേ പരയാ ശ്രിയാ. ഇതാണ് 16-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യുധിഷ്ഠിരഃ ലബ്ധരാജ്യഃ ദൃഷ്ട്വാ പൗത്രം കുലന്ധരം ഭ്രാതൃഭിഃ ലോകപാലാഭൈഃ മുമുദേ പരയാ ശ്രിയാ. അടുത്ത ശ്ലോകം 17. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമദവിജ്ഞാതഃ കാലഃ പരമദുസ്തരഃ. ഇതാണ് 17-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഏവം ഗൃഹേഷു സക്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രാമത് അവിജ്ഞാതഃ കാലഃ പരമദുസ്തരഃ. അടുത്ത ശ്ലോകം 18. വിദുരസ്തദഭിപ്രേത്യ ധൃതരാഷ്ട്രമഭാഷത രാജന്നിർഗമ്യതാം ശീഘ്രം പശ്യേതും ഭയമാഗതം. ഇതാണ് 18-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിദുരഃ തദ് അഭിപ്രേത്യ ധൃതരാഷ്ട്രം അഭാഷത രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യ ഇദം ഭയം ആഗതം. അടുത്ത ശ്ലോകം 19. പ്രതിക്രിയാ നയസ്യേഹ കുതശ്ചിത് കരിഹിചിത് പ്രഭോ സയേവ ഭഗവാൻ കാലഃ സർവേഷാം നഃ സമാഗതഃ. ഇതാണ് 19-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പ്രതിക്രിയാ ന യസ്യ ഇഹ കുതശ്ചിത് കരിഹിചിത് പ്രഭോ സഹ ഏവ ഭഗവാൻ കാലഃ സർവേഷാം നഃ സമാഗതഃ. അടുത്ത ശ്ലോകം 20. ഏന ചൈവാഭിപന്നോയം പ്രാണൈഃ പ്രിയതമൈരപി ജനഃ സദ്യോ വിയുജ്യേത കിമുതാന്യൈർധനാദിഭിഃ. ഇതാണ് 20-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യേന ച ഏവ അഭിപന്നഃ അയം പ്രാണൈഃ പ്രിയതമൈഃ അപി ജനഃ സദ്യഃ വിയുജ്യേത കിമുത അന്യൈഃ ധനാദിഭിഃ. അടുത്ത ശ്ലോകം 21. പിതൃഭ്രാതൃസുഹൃത് പുത്രാ ഹതാസ്തേ വിഗതം വയ ആത്മാ ച ജരയാ ഗ്രസ്തഃ പരഗേഹമുപാസസേ. ഇതാണ്
21 ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പിതൃഭ്രാതൃ സുഹൃത് പുത്രാഹ ഹതാഹ തേ വിഗതം വയ ആത്മാ ച ജരയാ ഗ്രസ്ത പരഗേഹം ഉപാസസേ. അടുത്ത ശ്ലോകം 22. അഹോ മഹീയസീ ജന്തോർജീവിതാശായയാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡമാദത്തേ ഗൃഹപാലവത്. ഇതാണ് 22 ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അഹോ മഹീയസീ ജന്തോഹ ജീവിതാശായയാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവത്. അടുത്ത ശ്ലോകം 23. അഗ്നിർനിസൃഷ്ടോ ദത്തശ്ച ഗരോദാരാശ്ച ദൂഷിതാ ഹൃതം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തൈരാസുഭിഃ കിയത്. ഇതാണ് 23 ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അഗ്നിഃ നിസൃഷ്ടഃ ദത്തഃ ച ഗരഃ ദാരാഃ ച ദൂഷിതാഃ ഹൃതം ക്ഷേത്രം ധനം യേഷാം തദ്ദത്തൈഃ അസുഭിഃ കിയത്. അടുത്ത ശ്ലോകം 24. തസ്യാപി തവ ദേഹോയം കൃപണസ്യ ജിജീവിഷോ പരൈത്യനിച്ഛതോ ജീർണോ ജരയാ വാസസി ഇവ. ഇതാണ് 24 ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തസ്യ അപി തവ ദേഹ അയം കൃപണസ്യ ജിജീവിഷോഃ പരൈതി അനിച്ഛതഃ ജീർണഃ ജരയാ വാസസി ഇവ. അടുത്ത ശ്ലോകം 25. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതിർജഹ്യാത് സവൈധീര ഉദാഹൃത. ഇതാണ് 25 ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഗതസ്വാർത്ഥം ഇമം ദേഹം വിരക്തഃ മുക്തബന്ധന അവിജ്ഞാതഗതി ജഹ്യാത് സഹ വൈ ധീരഃ ഉദാഹൃതഃ. അടുത്ത ശ്ലോകം 26. യസ്വഗാത് പരതോ വേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സ നരോത്തമ. ഇതാണ് 26 ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യഹ സ്വഗാത് പരതഃ വാ ഇഹ ജാതനിർവേദഃ ആത്മവാൻ ഹൃദി കൃത്വാ ഹരിം ഗേഹാത് പ്രവ്രജേത് സഹ നരോത്തമ. അടുത്ത ശ്ലോകം 27. അഥോ ദീജീം ദിശയാതു സ്വൈരജ്ഞാതഗതിർ ഭവാൻ ഇതോർവാക് പ്രായശഃ കാല പുംസാം ഗുണവികർഷണ. ഇതാണ് 27 ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അഥ ഉദീജീം ദിശം യാതു സ്വൈഹി അജ്ഞാതഗതിഃ ഭവാൻ ഇതഃ അർവാക് പ്രായശഃ കാല പുംസാം ഗുണവികർഷണ. അടുത്ത ശ്ലോകം 28.
ഏവം രാജാ വിദുരേണാനുജേന പ്രജ്ഞാചക്ഷുർബോധിത ആജമീഢ ചിത്വാ സ്വേഷു സ്നേഹപാശാന്ദ്രഢിമ്നോ നിശ്ചക്രാമ ഭ്രാതൃസന്ദർശിതാധ്വാ. ഇതാണ് 28-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഏവം രാജാ വിദുരേണ അനുജേന പ്രജ്ഞാചക്ഷുഃ ബോധിതഃ ആജമീഢഃ ചിത്വാ സ്വേഷു സ്നേഹപാശാൻ ദൃഢിമ്നഃ നിശ്ചക്രാമ ഭ്രാതൃസന്ദർശിതാധ്വാ. അടുത്ത ശ്ലോകം 29. പതിം പ്രയാന്തം സുബലസ്യ പുത്രീ പതിവ്രതാ ചാനുജഗാമ സാധ്വീ ഹിമാലയം ന്യസ്തദണ്ഡ പ്രഹർഷം മനസ്വിനാമിവ സത്സംപ്രഹാര. ഇതാണ് 29-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പതിം പ്രയാന്തം സുബലസ്യ പുത്രീ പതിവ്രതാ ച അനുജഗാമ സാധ്വീ ഹിമാലയം ന്യസ്തദണ്ഡ പ്രഹർഷം മനസ്വിനാം ഇവ സത്സംപ്രഹാരഃ. അടുത്ത ശ്ലോകം 30. അജാതശത്രു കൃതമൈത്രോ ഹുതാഗ്നിർവിപ്രാന്നത്വാ തിലഗോ ഭൂമിരുക്മൈഃ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ ന ചാപശ്യത് പിതരൗ സൗബലീം ച. ഇതാണ് 30-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അജാതശത്രുഃ കൃതമൈത്രഃ ഹുതാഗ്നിഃ വിപ്രാൻ നത്വാ തിലഗോ ഭൂമിരുക്മൈഃ ഗൃഹം പ്രവിഷ്ടഃ ഗുരുവന്ദനായ ന ച അപശ്യത് പിതരൗ സൗബലീം ച. അടുത്ത ശ്ലോകം 31. തത്ര സഞ്ജയമാസീനം പപ്രച്ഛോദ്വിഗ്നമാനസ ഗാവൽഗണേ ക്വനസ്താതോ വൃദ്ധോ ഹീനശ്ച നേത്രയോ. ഇതാണ് 31-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തത്ര സഞ്ജയം ആസീനം പപ്രച്ഛ ഉദ്വിഗ്നമാനസ ഗാവൽഗണേ ക്വ നഃ താതഃ വൃദ്ധഃ ഹീനഃ ച നേത്രയോഃ. അടുത്ത ശ്ലോകം 32. അംബാ ച ഹതപുത്രാർത്ത പിതൃവ്യഃ ക്വ ഗതഃ സുഹൃത് അഭിമയ്യകൃത പ്രജ്ഞേ ഹതബന്ധുഃ സഭാര്യയാ ആശംസമാന ശമലം ഗംഗായാം ദുഃഖിതോപതത്. ഇതാണ് 32-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അംബാ ച ഹതപുത്രാർത്ത പിതൃവ്യഃ ക്വ ഗതഃ സുഹൃത് അഭി മയി അകൃത പ്രജ്ഞേ ഹതബന്ധുഃ സഹ ഭാര്യയാ ആശംസമാന ശമലം ഗംഗായാം ദുഃഖിതഃ അപതത്. അടുത്ത ശ്ലോകം 33. പിതര്യുപരതേ പാണ്ഡൗ സർവാന്ന സുഹൃദഃ ശിശൂൻ അരക്ഷതാം വ്യസനത പിതൃവ്യൗ ക്വ ഗതാവിദ. ഇതാണ് 33-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. പിതരി ഉപരതേ പാണ്ഡൗ
സർവാൻ നഹ സുഹൃദഃ ശിശൂൻ അരക്ഷതാം വ്യസനതഃ പിതൃവ്യൗ ക്വ ഗതൗ ഇതഃ. അടുത്ത ശ്ലോകം 34. സൂത ഉവാച കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതോ വിരഹകരിഷിത ആത്മേശ്വരമചക്ഷാണോ ന പ്രത്യാഹാതി പീഡിത. ഇതാണ് 34-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതഃ വിരഹകരിഷിത ആത്മേശ്വരം അചക്ഷാണഃ ന പ്രത്യാഹ അതിപീഡിത. അടുത്ത ശ്ലോകം 35. വിമൃജ്യാശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മനാ അജാതശത്രും പ്രത്യൂജേ പ്രഭോ പാദാവനുസ്മരൻ. ഇതാണ് 35-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിമൃജ്യ അശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാ ആത്മാനം ആത്മനാ അജാതശത്രും പ്രത്യൂജേ പ്രഭോഃ പാദൗ അനുസ്മരൻ. അടുത്ത ശ്ലോകം 36. സഞ്ജയ ഉവാച നാഹം വേദ വ്യവസിതം പിത്രോർവ കുലനന്ദന ഗാന്ധാര്യാ വാ മഹാബാഹോ മുഷിതോസ്മി മഹാത്മഭിഃ. ഇതാണ് 36-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ന അഹം വേദ വ്യവസിതം പിത്രോഃ വഹ കുലനന്ദന ഗാന്ധാര്യാ വാ മഹാബാഹോ മുഷിതഃ അസ്മി മഹാത്മഭിഃ. അടുത്ത ശ്ലോകം 37. അഥാ ജഗാമ ഭഗവാൻ നാരദഃ സഹ തുംബുരു പ്രത്യുത്ഥായാഭിവാദ്യാഃ സാനുജോഭ്യർച്ചയന്നിവ. ഇതാണ് 37-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അഥ ആജഗാമ ഭഗവാൻ നാരദഃ സഹ തുംബുരു പ്രത്യുത്ഥായ അഭിവാദ്യ ആഹ സാനുജഃ അഭ്യർച്ചയൻ ഇവ. അടുത്ത ശ്ലോകം 38. യുധിഷ്ഠിര ഉവാച നാഹം വേദഗതിം പിത്രോർഭഗവൻ ക്വ ഗതാവിത അംബാവാ ഹതപുത്രാർത്താ ക്വ ഗതാ ച തപസ്വിനി. ഇതാണ് 38-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ന അഹം വേദ ഗതിം പിത്രോഃ ഭഗവൻ ക്വ ഗതൗ ഇതഃ അംബാ വാ ഹതപുത്രാ ആർത്താ ക്വ ഗതാ ച തപസ്വിനി. അടുത്ത ശ്ലോകം 39. കർണധാര ഇവാപാരേ ഭഗവാൻ പാരദർശക അഥാബഭാഷേ ഭഗവാൻ നാരദോ മുനി സത്തമ. ഇതാണ് 39-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കർണധാരഃ ഇവ അപാരേ ഭഗവാൻ പാരദർശകഃ അഥ ആബഭാഷേ ഭഗവാൻ നാരദഃ മുനിസത്തമഃ. അടുത്ത ശ്ലോകം 40.
മാ കഞ്ചന ശുചോരാജൻ യദീശ്വരവശം ജഗത് ലോകാ സപാലാ യസ്യേമേ വഹന്തി ബലിമീശിതു സസംയുനക്തി ഭൂതാനി സയേവ വിയുനക്തി ജ. ഇതാണ് 40-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. മാ കഞ്ചന ശുച രാജൻ യത് ഈശ്വരവശം ജഗത് ലോകാഃ സപാലാഃ യസ്യ ഇമേ വഹന്തി ബലിം ഈശിതുഃ സഹ സംയുനക്തി ഭൂതാനി സഹ ഏവ വിയുനക്തി ച. അടുത്ത ശ്ലോകം 41. യഥാ ഗാവോ നസി പ്രോതാസ്തന്ത്യാം ബദ്ധാ സ്വദാമഭി വാക്തന്ത്യാം നാമഭിർബദ്ധാ വഹന്തി ബലിമീശിതു. ഇതാണ് 41-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യഥാ ഗാവഃ നസി പ്രോതാഃ തന്ത്യാം ബദ്ധാഃ സ്വദാമഭിഃ വാക്തന്ത്യാം നാമഭിഃ ബദ്ധാഃ വഹന്തി ബലിം ഈശിതുഃ. അടുത്ത ശ്ലോകം 42. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമാവിഹ ഇച്ഛയാ ക്രീഡിതു സ്യാദാം തഥൈവേശേച്ഛയാ നൃണാം. ഇതാണ് 42-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യഥാ ക്രീഡോപസ്കരാണാം സംയോഗ വിഗമൗ ഇഹ ഇച്ഛയാ ക്രീഡിതു സ്യാദാം തഥാ ഏവ ഈശേച്ഛയാ നൃണാം. അടുത്ത ശ്ലോകം 43. യന്മന്യസേ ധ്രുവം ലോകമധ്രുവം വാ നചോഭയം സർവഥാ നഹി ശോച്യാസ്തേ സ്നേഹാദന്യത്ര മോഹജാത്. ഇതാണ് 43-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. യത് മന്യസേ ധ്രുവം ലോകം അധ്രുവം വാ ന ച ഉഭയം സർവഥാ നഹി ശോച്യാഃ തേ സ്നേഹാത് അന്യത്ര മോഹജാത്. അടുത്ത ശ്ലോകം 44. തസ്മാജ്ജഹ്യംഗവൈക്ലവ്യമജ്ഞാനകൃതമാത്മന കഥം ത്വനാഥാ കൃപണാ വർത്തേരം സ്തേ ച മാം വിനാ. ഇതാണ് 44-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തസ്മാത് ജഹി അംഗ വൈക്ലവ്യം അജ്ഞാനകൃതം ആത്മനഃ കഥം തു അനാഥാഃ കൃപണാഃ വർത്തേരൻ തേ ച മാം വിനാ. അടുത്ത ശ്ലോകം 45. കാലകർമ്മ ഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതിക കഥമന്യാം സ്തു ഗോപായേത് സർപ്പഗ്രസ്തോ യഥാപരം. ഇതാണ് 45-ാമത്തെ ശ്ലോകം. ഈ
ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. കാലകർമ്മ ഗുണാധീന ദേഹ അയം പാഞ്ചഭൗതിക കഥം അന്യാൻ തു ഗോപായേത് സർപ്പഗ്രസ്തഃ യഥാ പരം. അടുത്ത ശ്ലോകം 46. അഹസ്താനി സഹസ്താനാമപദാനി ചതുഷ്പദാം ഫൽഗൂനി തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം. ഇതാണ് 46-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. അഹസ്താനി സഹസ്താനാം അപദാനി ചതുഷ്പദാം ഫൽഗൂനി തത്ര മഹതാം ജീവഃ ജീവസ്യ ജീവനം. അടുത്ത ശ്ലോകം 47. തദിദം ഭഗവാൻ രാജന്നേക ആത്മാത്മനാം സ്വദൃക് അന്തരോനന്തരോ ഭാതി പശ്യതം മായയോരുധ. ഇതാണ് 47-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. തത് ഇദം ഭഗവാൻ രാജൻ ഏകഃ ആത്മാ ആത്മനാം സ്വദൃക് അന്തരഃ അനന്തരഃ ഭാതി പശ്യ തം മായയാ ഉരുധ. അടുത്ത ശ്ലോകം 48. സോയമദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലരൂപോവതീർണോസ്യാമഭാവായ സുരദ്വിഷാം. ഇതാണ് 48-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സഹ അയം അദ്യ മഹാരാജ ഭഗവാൻ ഭൂതഭാവന കാലരൂപ അവതീർണ അസ്യാം അഭാവായ സുരദ്വിഷാം. അടുത്ത ശ്ലോകം 49. നിഷ്പാദിതം ദേവകൃത്യമവശേഷം പ്രതീക്ഷതേ താവദ്യൂയമവേക്ഷധ്വം ഭവേത് യാവദിഹേശ്വര. ഇതാണ് 49-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. നിഷ്പാദിതം ദേവകൃത്യം അവശേഷം പ്രതീക്ഷതേ താവത് യൂയം അവേക്ഷധ്വം ഭവേത് യാവത് ഇഹ ഈശ്വരഃ. അടുത്ത ശ്ലോകം 50. ധൃതരാഷ്ട്ര സഹ ഭ്രാത്ര ഗാന്ധാര്യാ ച സ്വഭാര്യയാ ദക്ഷിണേന ഹിമവത ഋഷീണാമാശ്രമംഗത. ഇതാണ് 50-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ധൃതരാഷ്ട്ര സഹ ഭ്രാത്ര ഗാന്ധാര്യാ ച സ്വഭാര്യയാ ദക്ഷിണേന ഹിമവത ഋഷീണാം ആശ്രമം ഗതഃ. അടുത്ത ശ്ലോകം 51. ശ്രോതോഭിഃ സപ്തഭിര്യാ വൈ സ്വർധുനീ സപ്തധാ വ്യധാത് സപ്താനാം പ്രീതയേ നാനാ സപ്തസ്രോത പ്രചക്ഷതേ. ഇതാണ് 51-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ശ്രോതോഭി സപ്തഭി യാ വൈ സ്വർധുനി സപ്തധാ വ്യധാത് സപ്താനാം പ്രീതയേ നാനാ സപ്തസ്രോത പ്രചക്ഷതേ.
അടുത്ത ശ്ലോകം 52. സ്നാത്വാനുസവനം തസ്മിൻ ഹുത്വാ ചാഗ്നീന്യഥാവിധി അഭക്ഷ ഉപശാന്താത്മാ സ ആസ്തേ വിഗതൈഷണ. ഇതാണ് 52-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സ്നാത്വാ അനുസവനം തസ്മിൻ ഹുത്വാ ച അഗ്നീൻ യഥാവിധി അഭക്ഷഃ ഉപശാന്താത്മാ സഹ ആസ്തേ വിഗതൈഷണ. അടുത്ത ശ്ലോകം 53. ജിതാസനോ ജിതശ്വാസ പ്രത്യാഹൃത ഷഡിന്ദ്രിയ ഹരിഭാവനയാ ധ്വസ്തരജ സത്വതമോമല. ഇതാണ് 53-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ജിതാസനഃ ജിതശ്വാസഃ പ്രത്യാഹൃത ഷഡിന്ദ്രിയ ഹരിഭാവനയാ ധ്വസ്തരജസത്വതമോമല. അടുത്ത ശ്ലോകം 54. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരമിവാംബരേ. ഇതാണ് 54-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യ തം ബ്രഹ്മണി ആത്മാനം ആധാരേ ഘടാംബരം ഇവ അംബരേ. അടുത്ത ശ്ലോകം 55. ധ്വസ്തമായ ഗുണോദർക്കോ നിരുദ്ധകരണാശയ നിവർത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണുരിവാചല തസ്യാന്തരായോ മൈവാഭൂ സന്യസ്താഖില കർമ്മണ. ഇതാണ് 55-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ധ്വസ്തമായ ഗുണോദർക്ക നിരുദ്ധകരണാശയ നിവർത്തിതാഖിലാഹാര ആസ്തേ സ്ഥാണുഃ ഇവ അചലഃ തസ്യ അന്തരായഃ മാ ഏവ അഭൂഃ സന്യസ്താഖില കർമ്മണ. അടുത്ത ശ്ലോകം 56. സവാ അദ്യതനാദ്രാജൻ പരത പഞ്ചമേഹനി കളേവരം ഹാസ്യതി സ്വം തച്ച ഭസ്മീ ഭവിഷ്യതി. ഇതാണ് 56-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. സഹ വാ അദ്യതനാദ് രാജൻ പരത പഞ്ചമേ അഹനി കളേവരം ഹാസ്യതി സ്വം തത് ച ഭസ്മീ ഭവിഷ്യതി. അടുത്ത ശ്ലോകം 57. ദഹ്യമാനേഗ്നിഭിർദേഹേ പത്യുഃ പത്നീ സഹോടജേ ബഹിസ്ഥിതാ പതിം സാധ്വീ തമഗ്നിമനുവേക്ഷ്യതി. ഇതാണ് 57-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ദഹ്യമാനേ അഗ്നിഭിഃ ദേഹേ പത്യുഃ പത്നീ സഹോടജേ ബഹിസ്ഥിതാ പതിം സാധ്വീ തം അഗ്നിം അനുവേക്ഷ്യതി. അടുത്ത ശ്ലോകം 58.
വിദുരസ്തു തദാശ്ചര്യം നിശാമ്യ കുരുനന്ദന ഹർഷശോകയുതസ്തസ്മാദ് ഗന്ധാ തീർത്ഥനിഷേവക. ഇതാണ് 58-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. വിദുര തു തത് ആശ്ചര്യം നിശാമ്യ കുരുനന്ദന ഹർഷശോകയുത തസ്മാത് ഗന്ധാ തീർത്ഥനിഷേവക. അടുത്ത ശ്ലോകം 59, ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. ഇത്യുക്ത്വാധാരുഹത് സ്വർഗം നാരദ സഹതുംബുരു യുധിഷ്ഠിരോ വചസ്തസ്യ ഹൃദി കൃത്വാ ജഹാച്ഛുജ. ഇതാണ് 59-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിലെ പദങ്ങളെ നോക്കാം. ഇതി ഉക്ത്വാ അഥ ആരുഹത് സ്വർഗം നാരദഃ സഹ തുംബുരുഃ യുധിഷ്ഠിര വച തസ്യ ഹൃദി കൃത്വാ അജഹാദ് ശുചഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ 13-ഓധ്യായ.